ഹലോ, ഞാൻ നല്ല രണ്ട് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നത്. എനിക്ക് നല്ല റിസൾട്ട് തന്ന അമേസിങ് റിസൾട്ട് തന്ന ഒരു സാധനമാണ് നമ്മുടെ ഹെയർ കെയർ സെറം, അതുപോലെ തന്നെ മസ്കാര. അപ്പോൾ ഇതിൻ്റെ രണ്ടിനെയും റിവ്യൂ നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നത്. ആദ്യമായിട്ട് ഇതിപ്പോൾ അടുത്ത് നമ്മുടെ കീസോളിൽ ഇറങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റാണിത്, ഹെയർ കെയർ സെറം. മുടി വളരാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ മുടിയുടെ മൂർത്ത ഭാഗത്തായിട്ട് നല്ല വട്ടത്തിലുള്ള മുടി കൊഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെന്തായാലും ഉപയോഗിക്കണമല്ലോ, റിസൾട്ട് അറിയണം, അങ്ങനെ കരുതി വാങ്ങിയ സാധനമാണ്. 499 രൂപയാണ് കേട്ടോ ഇതിൻ്റെ MRP വരുന്നത്. RCM ID അടിച്ച ഒരാൾക്ക് അതിന് ഡിസ്കൗണ്ട് പ്രൈസിലാണ് കിട്ടുന്നത്. നല്ല റിസൾട്ടാണുള്ളത്. ഒരു മാസം ഉപയോഗിച്ചപ്പോൾ തന്നെ ഏട്ടൻ്റെ തലയിൽ അത്യാവശ്യം ഹെയർ മുളച്ചിട്ടുണ്ട്. ഇതാണ് സംഭവം. ഈ ഒരു ചെറിയ ഡപ്പയാണ്. നമുക്ക് തുള്ളിയായിട്ട് എടുക്കാം കേട്ടോ. അതൊന്ന് എടുത്തിട്ട് ഈ കളറിലാണ് വരുന്നത്. ഭൃംഗരാജ, റോസ്മേരി, അങ്ങനെ ഒരുപാട് നാച്ചുറൽ കൂട്ടുകളാണുള്ളത്. ഒന്ന് 5-6 തുള്ളി മതി. 6 തുള്ളി നമ്മുടെ കയ്യിലേക്ക് എടുത്തിട്ട്, ഞാൻ അപ്പോൾ അതേ കുളിച്ച് വന്നിട്ടുള്ളൂ, അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി 6 തുള്ളി എടുക്കുന്നു. കയ്യിൽ ഫിംഗർ ടിപ്പിൽ ടാപ്പ് ചെയ്യുന്നു. തലയോട് മുഴുവൻ നമുക്ക് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാം. ഇത്രയും മതി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ വലിയൊരു തലയിലേക്ക് ഇത്രയും മതിയോന്നുണ്ട്, പക്ഷേ നമുക്ക് ഇത്ര മതി. നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട്, എനിക്കിത് ഇവിടെയൊക്കെ നല്ല മുടി നല്ല മിസ്സിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ചെറുതായിട്ട് നന്നായിട്ട് വരുന്നുണ്ട്. ഇവിടെയൊക്കെ എനിക്ക് എൻ്റെ തലയോട് അത്യാവശ്യം കാണാൻ തന്നെ പാകത്തിലായിരുന്നു. അപ്പോൾ ഒരുപാട് മുടിക്കൊഴിച്ചിൽ എല്ലാവർക്കും ഒരു പ്രശ്നം തന്നെയാണ്, ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും അത് വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് വരുന്നത്. അപ്പോൾ എനിക്ക് നല്ല മുടിയുടെ കാര്യത്തിൽ മാത്രം ഞാൻ നോ കോംപ്രമൈസ്. ഞാൻ പലതും കുത്തിച്ചാലിച്ച് തലയിൽ തേക്കലുണ്ട്. കാരണം മുടി കൊഴിയാൻ, മുടിയുടെ നീളം കുറയുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ ജെല്ല് ഒന്ന് ജസ്റ്റ് മസാജ് ചെയ്തെടുക്കുക. ഞാൻ നൈറ്റ് യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് മസാജ് ചെയ്യണം കേട്ടോ. ഒരു 5 മിനിറ്റോരെ ഞാൻ മസാജ് ചെയ്തിടും. രാവിലെ അധികം കുളിച്ച് വന്ന് തയ്ക്കാനുള്ള നേരം കിട്ടാറില്ല. ഇന്നിപ്പോൾ ഒന്ന് ഫ്രീ ആയപ്പോൾ ഇപ്പോൾ കുളിച്ച് വന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്ന് മസാജ് ചെയ്ത് തല മൊത്തം ഒന്ന് മസാജാണ് ചെയ്തിടും. ഇതങ്ങനെ ഓയിലി ആയൊരു സംഭവമൊന്നുമല്ല കേട്ടോ. ഇനിയിപ്പോൾ തലയിൽ തേച്ചിട്ടിട്ട് ഓയിലി പോലെ ആവുമെന്നുള്ള ഇതൊന്നും വേണ്ട. ഓയിലി ഒന്നുമല്ല, തേച്ചിട്ടുണ്ട് എന്നുള്ള യാതൊരു ഇതും അറിയത്തില്ല. കൈ നല്ലോണം കഴുകിയേക്കണം കേട്ടോ, പ്രത്യേകം അവരതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. നാച്ചുറലാണ്. ഇതിൽ യാതൊരു വിധത്തിലുള്ള ഹാംഫുള്ളായ കെമിക്കൽസ് ഒന്നും ഇതിൽ അടങ്ങിയിട്ടില്ല. നമ്മുടെ മുടിക്ക് വേണ്ട നാച്ചുറലായ ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. കീസോളിൻ്റെ പ്രൊഡക്റ്റാണ്. എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കണം. അത്യാവശ്യത്തിന് സ്റ്റോക്ക് കയ്യിലുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ പറയാവുന്നതാണ്. ഹോം ഡെലിവറി ഉണ്ട്, എത്തിച്ച് തരുന്നതായിരിക്കും. പിന്നെ അതുപോലെ അടുത്തൊരു സാധനമാണ് മസ്കാര. ഞാൻ അങ്ങനെ വല്ലാണ്ട് മേക്കപ്പ് ഒന്നും ഇടാത്ത ആളാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം കീസോളിൻ്റെ മസ്കാര ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. ഞാനങ്ങനെ അത്ര വലിയ പ്രാധാന്യമൊന്നും കൺപീലിക്ക് കൊടുക്കാത്തതുകൊണ്ട് ഞാനങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു കോഴിക്കോട് വെച്ചിട്ട്. അപ്പോൾ അവിടെ ഒരു സുഹൃത്ത് മസ്കാര ഇട്ട് വന്നിട്ടുണ്ട്. കണ്ടാൽ ലാഷസ് വെച്ച പോലെ ഉണ്ട്. പക്ഷേ ഞാൻ ചോദിച്ചു എന്താ കണ്ണിൽ തേച്ചത്. അപ്പം എന്നോട് പറഞ്ഞിട്ട് നമ്മുടെ കീസോളിൻ്റെ മസ്കാരയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒന്ന് വാങ്ങിച്ചു നോക്കണമെന്ന്. വാങ്ങിച്ച് നോക്കി, ഞാനൊന്ന് ട്രൈ ചെയ്തു. എൻ്റെ അമ്മേ, ഒന്നും പറയാനില്ല കേട്ടോ. നല്ല അടിപൊളി റിസൾട്ടാണ്. കണ്ടാ വെച്ചാൽ ഇത്രയൊക്കെ കൺഫീൽ എനിക്ക് ഉണ്ടായിരുന്നോ എന്നുള്ളത് ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്നുള്ളത് അറിയില്ല. നല്ല വിടർന്ന് നിൽക്കുന്നുണ്ട് എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. 429 രൂപയാണ് MRP വരുന്നത്. ഇതിൽ അടങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വിറ്റാമിൻ B5 ഉണ്ട്, വിറ്റാമിൻ E, ജോജോബ ഓയിലുണ്ട്. പിന്നെ ഇത് വാട്ടർ പ്രൂഫാണ്. യാതൊരു കെമിക്കൽസും അടങ്ങിയിട്ടില്ല. കൺപീലിക്ക് വേണ്ടിയിട്ട് ഇത്രയും നല്ല ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു മസ്കാര ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും നമ്മളിതിലേക്ക് ഇറങ്ങി തിരിച്ച സ്ഥിതിക്ക് ഒന്ന് ഉപയോഗിച്ച് നോക്കണം. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു ആ കുട്ടിയുടെ കണ്ണ് കാണാൻ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അതിനോട് പറഞ്ഞു, പിന്നോട് ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കുക. കാരണം ഇന്ന് മസ്കാരയും ഐലൈനറും ലിപ്സ്റ്റിക്കും ലിപ് ബാമും ഐബ്രോ പെൻസും ഉപയോഗിക്കാത്ത ആരുമില്ല. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന കുറച്ചൊന്ന് വിട്ടിട്ടായിട്ട്. കാരണം എന്താ വെച്ചാൽ എനിക്കറിയാം ഇവിടെ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഒരുവിധം കെമിക്കൽസ് അടങ്ങിയിട്ടുള്ളതാണ്. അത് പൊതുവെ കാണുന്നവരൊന്നും കണ്ണെഴുതി വല്ലാണ്ട് കാണാറില്ല. കാരണം ഞാൻ ഉപയോഗിക്കാറില്ല. കീസോളിൽ വന്നതിന് ശേഷമാണ് ഇതിൽ നമുക്ക് യാതൊരു ദോഷത്തിലുള്ള കെമിക്കൽസും ഇല്ലയെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ കൺമേശി ആയാലും മസ്കാര ആയാലും ലിപ്സ്റ്റിക് ആയാലും ഒക്കെ ഉപയോഗിച്ച് തുടങ്ങിയത്. ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് ചുണ്ടിനൊക്കെ ഭയങ്കര പിഗ്മെൻറ്റേഷൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെനിക്കിതിലെ ലിപ് ബാം ഉപയോഗിച്ചിട്ടാണ് എനിക്ക് ആ ഒരു ഭയങ്കര കറുപ്പൊക്കെ മാറി കിട്ടിയത്. ഇപ്പോഴും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. നല്ലൊരു ഗ്ലോ കിട്ടും. പിന്നെന്താ പറയുക, വിറ്റാമിൻ ഇയും സ്ട്രോബെറിയുടെ സത്തൊക്കെ കൂടുതൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ
അത് നല്ല ലിപ്പൊക്കെ ഇങ്ങനെ ശബ്ദമായിട്ട് ഈവനിങ് വരെ നമുക്ക് അങ്ങനെ നല്ല ഡ്രൈനെസ് ഒക്കെ ഒഴിവാക്കിയിട്ട് ആ ജലാംശമുള്ള പോലെ തന്നെ നിൽക്കും. അപ്പോൾ അടുത്ത പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.